വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുകയാണ്. 26 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയും പെൻഷൻ കൈമാറും. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, കുടിശ്ശിക വിതരണം, സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത, ക്ഷാമാശ്വാസ, ദൈനംദിന ചിലവുകൾ മറികടക്കൽ എന്നിവയടക്കം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾക്ക് കൂടി സംസ്ഥാന സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തും. ഇതിനു പുറമെ സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു. ഈ സാഹചര്യത്തിലാണ് 24 ലക്ഷത്തിലധികം വരുന്ന വീടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ധനവകുപ്പിന്റെ പ്രത്യേക അറിയിപ്പ് എത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല. പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും 30 രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട്. അടുത്ത പ്രധാന അറിയിപ്പ്: കേരളത്തിലെ 25 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും 2000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. PM കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ ഗഡു വിതരണത്തിന്റെ ഭാഗമായി കർഷക ഗുണഭോക്താക്കൾക്ക് KYC അപ്ഡേഷനുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ മെസ്സേജുകൾ എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച ശേഷം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇലക്ട്രോണിക് KYC ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ വീതവും എത്തിച്ചേരും. മറ്റൊരറിയിപ്പ്: KSRTC ജീവനക്കാർക്ക് ശമ്പളം ഏപ്രിൽ 30-ന് തന്നെ അക്കൗണ്ടിലെത്തി. എല്ലാ ജീവനക്കാർക്കും മെയ് മാസം ലഭിക്കേണ്ട ശമ്പളമാണ് കഴിഞ്ഞ ദിവസം അക്കൗണ്ടിൽ എത്തിയത്. ഓവർ ഡ്രാഫ്റ്റും സർക്കാർ സഹായവും ചേർത്താണ് ശമ്പളം നൽകിയത്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ശമ്പളം കൃത്യമായി നൽകുമെന്ന് വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉറപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ മാസം മുതലാണ് KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം ലഭിച്ചു തുടങ്ങിയത്. മന്ത്രി നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മെയ് ദിനത്തിൽ 22,000-ൽ പരം ജീവനക്കാരുടെ കൈകളിലേക്ക് ശമ്പളം എത്തിയത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.